ഈ വീഡിയോയിൽ ഞങ്ങൾ എങ്ങനെ ഒരു ബോട്ട് ഉണ്ടാക്കുക എന്ന് നോക്കാം സിമ്പിളായിട്ട്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നതാണ് ബോട്ട് യു ഐ. ബോട്ട് യു ഐ വന്നിട്ട് ഒരു ഓപ്പൺ സോഴ്സ് ലൈബ്രറിയാണ്, ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി. ഇത് ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട് ഒരു കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. CDN ഓപ്ഷൻസ് ആണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ലെഫ്റ്റ് സൈഡ് ഇൻസ്റ്റലേഷൻ മെനുവിലേക്ക് പോയാൽ അത് കാണാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫോൾഡറിൽ ഒരു സിമ്പിൾ HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ HTML ഫയലിലായിരിക്കും നാളെ ബോട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ HTML ഫയലിനെ നിങ്ങൾക്ക് ഒരു എഡിറ്ററിൽ എഡിറ്റ് ചെയ്യാം. ഞാനൊരു VS കോഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഒരു നോട്ട് പാഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ HTML ഫയലിൽ ഒരു സിമ്പിൾ ബോഡി ഞാൻ കൺസ്ട്രക്ട് ചെയ്യുകയാണ്. HTML ബോഡി, HTML ഹെഡും ടൈറ്റലും പിന്നെ ഒരു ബോഡിയുടെ ഉള്ളിൽ ഒരു div ടാഗ് ക്രിയേറ്റ് ചെയ്യണു. അതാണ് നമ്മുടെ ബോട്ടിൻ്റെ കണ്ടെയ്നർ. അതിനൊരു ID കൊടുക്കാൻ പോവുകയാണ് ഞാൻ. ID വന്നിട്ട് ബോട്ടർ എന്ന് കൊടുക്കും. ഈ ID ആയിരിക്കും മുമ്പിൽ നാളെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ബോട്ട് UI ടാഗ് വന്നിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഇതിപ്പോൾ യൂസ്ഫുൾ ആവില്ല, കാരണം നാളെ ഈ ലൈബ്രറീസൊക്കെ നാളെ ഈ ഫയലിൽ ഇട്ടാൽ മാത്രം അത് വർക്കാവുള്ളൂ. അത് കാരണം ഈ ബോട്ട് UIയുടെ ഡിപ്പെൻഡൻസി ആയിരിക്കുന്ന CSSഉം പിന്നെ സ്ക്രിപ്റ്റ് ലിങ്ക്സൊക്കെ ഞാനിവിടെ പേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് അവരുടെ വെബ്സൈറ്റിൽ ഓൾറെഡി ഉണ്ട് ബേസിക് സെറ്റപ്പിന്. അതിനടുത്ത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഈ ഡീഫോൾട്ട് ലിങ്ക്സും പിന്നെ സ്ക്രിപ്റ്റ്സും കറൻ്റ്ലി അത് വന്നിട്ട് ലോക്കൽ പാത്താണ് പോയിൻറ്റ് ചെയ്യുന്നത്. അതിന് ഞാൻ CDN URLസിലേക്ക് മാറ്റാൻ പോവുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നാളെ ഈ CSSഉം പിന്നെ സ്ക്രിപ്റ്റ് ഫയൽസ്, ലൈബ്രറി ഫയൽസ് ഒന്നും നാളെ ലോക്കലിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ലോക്കലി അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഡൗൺലോഡൊക്കെ ചെയ്യാം ഫയൽസ്. ബട്ട് ബെറ്റർ അത് CDNലുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഞാൻ ഇത് പേസ്റ്റ് ചെയ്യാണ്. ആദ്യം CSSൻ്റെ URLs അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ സ്ക്രിപ്റ്റ് Vue.js ഓൾറെഡി CDN പാത്താണ്. ബോട്ട് UI min.js മാത്രം ഞാൻ റീപ്ലേസ് ചെയ്യാണ് CDN പാത്തിലേക്ക്. ശരി, ഇനിയൊരു സ്ക്രിപ്റ്റ് ടാഗ് ഞാനിവിടെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഈ ബോട്ട് UI കോമ്പണൻറ്റ് യൂസ് ചെയ്യണമെങ്കിൽ അത് ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ബോട്ട് UI യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു ബോട്ട് പറയുന്ന ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യും. ഈ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ നാൾക്ക് പാരാമീറ്ററായിട്ട് മറ്റേ ID നാളെ പാസ് ചെയ്യണം. ബോട്ടർ പറഞ്ഞിട്ട് നാളെ ടോപ്പിലൊരു ഡിവിൽ ഇട്ടിട്ടില്ല, ആ ID പാസ് ചെയ്യണം. ഇനി ഇപ്പോൾ ബോട്ട് UIൻ്റെ APIs യൂസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് API വന്നിട്ട് മെസ്സേജാണ്. മെസ്സേജ് APIൻ്റെ ഉള്ളിൽ ഒരു ഫങ്ഷൻ ഉണ്ട്, ആഡ് പറഞ്ഞിട്ട്. ആ ആഡിന് കുറച്ച് പ്രോപ്പർട്ടീസ് പാസ് ചെയ്യാൻ പറ്റും. അതായത് കണ്ടൻറ്റ് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടിയാണ്. കണ്ടൻറ്റ് വന്നിട്ട് നമുക്ക് എന്താണ് മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാനുള്ളത്, ആ മെസ്സേജിനെ നമ്മൾ കണ്ടൻറ്റിൽ അസൈൻ ചെയ്തിട്ട് നാളെ ഒന്ന് ട്രൈ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോൾ HTML ഫയൽ റൺ ചെയ്തു. ഹലോ ഹൗ ആർ യു പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിനൊപ്പം ഞാൻ കുറച്ച് ഡിലേ കൊടുക്കണമെങ്കിൽ ഡിലേ എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് സെറ്റ് ചെയ്യാം. അത് വന്നിട്ട് ഒരു 2000 millisecond സെറ്റ് ചെയ്യാം. 2000 millisecond പറഞ്ഞാൽ ഒരു 2 seconds. ഞാൻ ആ വെബ് പേജിനെ വീണ്ടും റിഫ്രഷ് ചെയ്യാം. അപ്പോൾ ഒരു 2 second കഴിഞ്ഞിട്ട് ലോഡാവും. ഓക്കെ, ഇനിയൊരു പ്രോപ്പർട്ടി പറയുന്നത് ലോഡിംഗ് ആണ്. ഈ ഡിലേൻ്റെ ഒപ്പം ലോഡിംഗ് കാണിക്കുന്നത് നല്ലൊരു UI ഫീച്ചറായിരിക്കും. അപ്പോൾ ഇതിന് ട്രൂ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യാൻ പോവാം ലോഡിംഗ്. അപ്പോൾ റീഫ്രഷ് ചെയ്യുമ്പോൾ ഒരു ലോഡിംഗ് സിമ്പിൾ വരും. ശരി, ഇത് ബോട്ടിൻ്റെ ഒരു ബേസിക് സെറ്റപ്പാണ്. ഇനിയിപ്പോൾ ഈ ബോട്ട് API പറയുന്നത്, അതായത് ഇത് റിട്ടേൺ ചെയ്യുന്നത് പ്രോമിസാണ്. അപ്പോൾ പ്രോമിസിൻ്റെ എക്സിക്യൂഷൻ കഴിയണമെങ്കിൽ നമ്മൾ ദെൻ കൊടുക്കും, ദെൻ യൂസ് ചെയ്യും. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ ബോട്ട് പോലെ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം, അതായത് കുറച്ചും കൂടി ഫീച്ചേഴ്സ് നോക്കാം. അതിന് ആദ്യമായിട്ട് ഞാൻ ഈ കണ്ടൻറ്റിലത്തെ മെസ്സേജ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, സബ്സ്ക്രൈബർ ബോട്ടായത് കാരണം. എന്നിട്ട് ദെന്നിൻ്റെ ഉള്ളിൽ നാളെ ഈ ബോട്ട് വേരിയബിൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മറ്റേ API വന്നിട്ട് ആക്ഷനാണ്. ഈ ആക്ഷൻ API യൂസ് ചെയ്യുന്ന മുമ്പേ ദെൻ ഒരു ഫങ്ഷൻ ആയിരിക്കും. അപ്പോൾ ഫങ്ഷൻ ഞാനിവിടെ കൊടുക്കാൻ പോവുക. പാരാമീറ്റർ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ബോട്ട് വേരിയബിൾ യൂസ് ചെയ്തിട്ട് ആക്ഷൻ API യൂസ് ചെയ്യുക. അതിൽ ബട്ടൺ പറഞ്ഞിട്ടൊരു ഫങ്ഷൻ ഉണ്ട്. ആ ബട്ടൺ കുറച്ച് പ്രോപ്പർട്ടീസ് ആക്സെപ്റ്റ് ചെയ്യും.
അതിലൊരു പ്രോപ്പർട്ടിയാണ് ആക്ഷൻസ്. അതൊരു അറേ ആണ്. അതായത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബട്ടൺസ് ഉണ്ടാക്കാം ഒറ്റ കോളിൽ. ഇപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ 2 ബട്ടൺ എനിക്ക് വേണം. ഒന്ന് വുഡ് യു ലൈക്ക് ടു ബി എ സബ്സ്ക്രൈബർ എന്ന് പറയുമ്പോൾ ഒന്ന് യെസ് ഇല്ലെങ്കിൽ നോ. അപ്പോൾ യെസ്സിന് വേണ്ട ടെക്സ്റ്റും വാല്യൂ സെറ്റ് ചെയ്യാണ്. അതേപോലെ നോ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വേണം. അത് സെയിം അറേയിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നോ, പിന്നെ അതിന് വാല്യൂ ഫാൾസ് എന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. ഫാൾസ് ടൈപ്പ് പോയി, അത് സെറ്റാക്കാം. ഇനി ഈ ഫയൽ ഒന്ന് സേവ് ചെയ്തിട്ട് നമുക്കൊന്ന് ഔട്ട്പുട്ട് നോക്കാം എങ്ങനെയാണ് വരുന്ന റിസൾട്ട് എന്ന് ബ്രൗസറിൽ. അപ്പോൾ ഞാൻ ഈ ഫയലിനെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പോവാണ്. ബട്ടൺസ് കാണിക്കില്ല. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. നമുക്ക് കൺസോളിലൊന്ന് നോക്കിയാൽ അത് മനസ്സിലാവും. F12 അമർത്തി നോക്കുമ്പോൾ ഓക്കെ, ആക്ഷൻ പ്രോപ്പർട്ടിയാണ് ചോദിക്കുന്നത്. അപ്പോൾ കോഡിലാണ് പ്രശ്നം. കോഡിൽ ഞാൻ എവിടെയെങ്കിലും ആക്ഷൻ കൊടുത്തിട്ടില്ല. വീണ്ടും ഒരു ടൈപ്പോ, അത് ആക്ഷൻസ് അല്ല, ആക്ഷനാണ് കൊടുക്കേണ്ടത്. ഇനി ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ശരി, ബട്ടൺസ് കാണിക്കാൻ തുടങ്ങി. യെസ്സും ഉണ്ട്, നോ ഓപ്ഷനും ഉണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നാളെ ഈ ബട്ടൻ്റെ സക്സസ്, അതും ഒരു പ്രോമിസാണ്. അത് കാരണം ദെൻ വീണ്ടും യൂസ് ചെയ്യാൻ പോവാം. അതിൻ്റെ ഉള്ളിലൊരു ഫങ്ഷൻ. അപ്പോൾ ഈ ബട്ടൻ്റെ റെസ്പോൺസ് നമുക്ക് കിട്ടണമെങ്കിൽ അതൊരു പാരാമീറ്ററായിട്ട് ആ ഫങ്ഷനിൽ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ 2 ഓപ്ഷനാണ്. അതായത് ഈ റെസ്പോൺസ് ഡോട്ട് വാല്യൂ എനിക്ക് കിട്ടിയ 2 ഓപ്ഷനാണ്. ഏത് ബട്ടണാണ് ക്ലിക്ക് ചെയ്ത് അതനുസരിച്ച് എനിക്ക് വാല്യൂ കിട്ടും. ബട്ടൺ ട്രൂ ആണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഒരു ഇൻപുട്ട് ഫീൽഡ് കാണിക്കാം എന്ന് വിചാരിക്കുന്നു. ആ ഇൻപുട്ട് ഫീൽഡിൽ യൂസർ അവരുടെ നെയിമോ ഇമെയിൽ ഐ ഡിയോ എന്ത് വേണമെങ്കിൽ എൻ്റർ ചെയ്യുക. അതിന് വേണ്ടി ഞാൻ ബോട്ട് UI ആക്ഷൻ ഡോട്ട് ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നു. അതിന് പ്രോപ്പർട്ടീസ് വന്നിട്ട് അഗെയിൻ ആക്ഷനാണ്. ഈ ആക്ഷൻസിൽ ടെക്സ്റ്റ് ഇൻപുട്ടിന് ഒരു പ്ലേസ് ഹോൾഡർ സെറ്റ് ചെയ്യാം. എൻ്റർ യുവർ നെയിം അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഈ ആക്ഷൻ്റെ സക്സസ് അഗെയിൻ ഇതൊരു പ്രോമിസ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഒരു ദെൻ ഓപ്പൺ ചെയ്ത് ഫങ്ഷൻ കോൾ ചെയ്യാം. ഈ ഫങ്ഷന് പാരാമീറ്ററൊന്നും വേണ്ട, ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കാം. അപ്പോൾ ആദ്യം യൂസ് ചെയ്ത ബോട്ട് UIൻ്റെ API യൂസ് ചെയ്യാം. അതായത് ബോട്ട് ഡോട്ട് മെസ്സേജ് ഡോട്ട് ആഡ്. വീണ്ടും അതിൽ കണ്ടൻറ്റും, അതായത് താങ്ക് യു, പിന്നെ ഒരു ഡിലേ, പിന്നെ ഒരു ലോഡിങ്ങും പ്രോപ്പർട്ടീസും സെറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ട്രൂ കണ്ടീഷൻ നമുക്ക് അങ്ങനെ ഫിനിഷ് ചെയ്യാം. ഇനി എൽസ്, അതായത് നോ ബട്ടൺ ക്ലിക്ക് അടിച്ചാൽ ലോജിക്ക് എഴുതാം. അപ്പോൾ നോ കണ്ടീഷന് നമുക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കാം, കാണിക്കാം. ഇതുപോലെ ദാറ്റ്സ് ഫൈൻ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കാണിക്കാം. ഇങ്ങനെ ഒരു സിമ്പിളായിട്ടൊരു സെറ്റപ്പാണ് ഞാൻ ഈ ഡെമോയിൽ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തിട്ട് ബ്രൗസറിലൊന്ന് ഔട്ട്പുട്ട് നോക്കാം. ശരി, എല്ലാം ഓക്കെയാണ്. ഒന്ന് റൺ ചെയ്ത് റിഫ്രഷ് ചെയ്തിട്ടൊന്ന് നോക്കാം ബ്രൗസറിൽ. ബട്ടൺ നോ ട്രൈ ചെയ്യാം. എന്തോ പ്രശ്നമുണ്ട്. എന്തായാലും കൺസോളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. F12 ഒന്നും കാണുന്നില്ല. അപ്പോൾ വീണ്ടും ഒന്ന് റിഫ്രഷ് വേണ്ട, കോഡിൽ പോയി നോക്കാം. എൽസ് കണ്ടീഷനിലാണ് പ്രോബ്ലം. അപ്പോൾ ഇത് വന്നിട്ട് കണ്ടൻറ്റ് ആയിരിക്കണം. മെസ്സേജ് APIന് കണ്ടൻറ്റാണ് പ്രോപ്പർട്ടി. കണ്ടൻറ്റിലേക്ക് ഞാൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ മെസ്സേജ്. ഒന്നുകൂടി റിഫ്രഷ്, നോ ക്ലിക്ക് ചെയ്യുന്നു. മെസ്സേജ് വന്നു. ശരി, ഇനിയിപ്പോൾ യെസ് ബട്ടൺ ക്ലിക്ക് അടിക്കുമ്പോൾ എന്തായിരിക്കും നോക്കാം. യെസ് അടിച്ചു. വീണ്ടും നോ കണ്ടീഷനിലേക്കാണ് പോണത്. ഒന്നും കൂടി റിഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ യെസ് കണ്ടീഷനിൽ എന്തോ പ്രശ്നമാണ്. നോക്കിയിട്ട് യെസ്സിലല്ല പ്രശ്നം. ഇത് വന്നിട്ട് ഇവിടെ ബട്ടണിലായിരുന്നു പ്രശ്നം. വാല്യൂ ആണ് കൊടുക്കേണ്ടത്. വാല്യൂസ് കൊടുത്തു. വീണ്ടും ടൈപ്പ് റിഫ്രഷ് ചെയ്ത് നോക്കാം. യെസ് ക്ലിക്ക് ചെയ്യുന്നു. ശരി, ഇപ്രാവശ്യം വന്നു ഇൻപുട്ട്. അപ്പം ഞാൻ തിങ്കർ പറഞ്ഞിട്ട് ഒരു നെയിം കൊടുക്കുകയാണ്. താങ്ക് യു പറഞ്ഞ മെസ്സേജ് ഉണ്ടോ.
ഇതിപ്പോൾ ഒരു സിമ്പിൾ ബോട്ടാണ്. ഇതിൽ ഇനി വേണ്ടത്ര ഫീച്ചേഴ്സ് ഉണ്ട് പോട്ട് UI ലൈബ്രറിയിൽ. സോ നിങ്ങൾ ആ വെബ്സൈറ്റിൽ പോയി നോക്കിയാലും മതി, ഡോക്സ് വെബ്സൈറ്റിൽ. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുകയാണ്. താങ്ക് യു.